പ്രജിത കാലവർഷം വീണ്ടും വരുന്നു. 2018 ഓർമ്മപ്പെടുത്തുകയാണോ ഈ കാലവർഷം? നമുക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ചേട്ടന് മാത്രമല്ല, നമ്മൾ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു പേടിയാണ്. കാരണം 2018 എന്ന് പറയുന്നത് ഒരിക്കലും ആരുടെയും മനസ്സിൽ നിന്ന് പോവാത്ത കാര്യങ്ങളാണ്. വെള്ളം കയറാത്തവരും ഭയന്നു പോയ സാഹചര്യമുണ്ട്. വെള്ളം കയറുന്നവർ ഭയങ്കര അതെ, വെള്ളം കയറിയവര് ബുദ്ധിമുട്ടിലായി എന്നുള്ളത് ഉണ്ട്. പക്ഷെ കയറാത്തവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. അപ്പൊ എല്ലാവർക്കും അതിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചിയിലൊക്കെ പറയുകയാണെങ്കിൽ ഒന്ന് നിന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും വെള്ളമാണ്. കടകളിലടക്കം വെള്ളം കയറുന്നു, വീടുകളിലൊക്കെയും വെള്ളം കയറുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. എന്തായാലും ഇപ്പോൾ ഉള്ള ഈ ഒരു സംഭവം, ഈ ഒരു മഴ എന്ന് പറയുന്നത് മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായിട്ട് രൂപപ്പെട്ട ന്യൂനമർദ്ദമുണ്ട്. ഇപ്പോൾ ന്യൂനമർദ്ദങ്ങളാണല്ലോ മഴ, എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ കാലം തെറ്റി എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ കാര്യങ്ങൾ മൊത്തത്തിൽ തെറ്റിയിരിക്കുന്നുണ്ട്, എല്ലാം കാലം തെറ്റി കിടക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ ഇപ്പോഴുള്ളത് ഈ തരത്തിലുണ്ടായിട്ടുള്ള ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ടുള്ള മഴയാണ്, ഈ കൊണ്ടുപിടിച്ചിട്ടുള്ള മഴ. അത് 27-ാം തീയതി വരെ തുടരും എന്നാണ് പറയുന്നത്. അപ്പോ 27-ാം തീയതി വരെ അത് തുടരും. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ കാലവർഷം തുടങ്ങുകയും ചെയ്യും. എന്ത് വ്യത്യാസമുണ്ട് ദിവസങ്ങൾക്കിടയിൽ? ന്യൂനമർദ്ദം കഴിയുമ്പോൾ കാലവർഷം വരുന്നു. അതെ, അപ്പോ മഴ ഇനി നിന്നങ്ങ് പെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. അതെ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുമ്പോൾ ചില സമയം എല്ലാവരും കളിയാക്കും, എന്നാ പിന്നെ അടുത്ത ആഴ്ച മഴ ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. സാഹചര്യങ്ങളെ അതായത് ഒരു അനുഭവമുണ്ട്, അതുകൊണ്ട് തന്നെ അതൊക്കെ കരുതി ഇരിക്കേണ്ട ഒരു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഇപ്പൊ നിന്ന് പെയ്യുന്ന ഈ മഴ, ഇത് കഴിഞ്ഞ് കാലവർഷം വരുന്നു. കാലവർഷത്തിന്റെ ആ ഒരു പെയ്ത്ത്, തീവ്രത അതൊക്കെ വരുമ്പോഴേക്കും അണക്കെട്ടുകൾ എല്ലാം നിറയാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ വീണ്ടും എല്ലാവരും മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആ വിഷയങ്ങളിലേക്ക് ഉറപ്പായും പോകും. കാരണം ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കാലവർഷം അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി മഴ തുടരെ കനക്കുമ്പോൾ മാത്രമാണ്. അതുവരെ അവിടെയുള്ളവർക്കുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് ഇതൊരു വിഷയമേ അല്ല. അത് ഇത്ര കാലങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ആ ഒരു രീതിയിലാണ്. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ തന്നെ കാലവർഷം എന്ന് പറയാൻ പറ്റില്ല. ഈ ന്യൂനമർദ്ദം കൊണ്ടുള്ള മഴ ഇങ്ങനെ കൊണ്ടുപിടിക്കുകയും 2 ദിവസം കൊണ്ട് തന്നെ 27-ാം തീയതി അവസാനിക്കുന്നു, പിന്നീട് കാലവർഷം തുടങ്ങുന്നു. അപ്പോ മഴയുടെ തീവ്രത ചേട്ടൻ പറഞ്ഞ പോലെ കൂടുന്നു. അണക്കെട്ടുകൾ നിറയുന്നു, ഓടകൾ നിറയുന്നു. ഓടകളുടെ ശുചീകരണമൊക്കെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തുണിക്കടകൾക്കകത്തൊക്കെ വെള്ളം കയറും. അല്ല, നമ്മുടെ നാട്ടിലൊരു ഈ റോഡ് നിർമ്മാണം, മഴക്കാലപൂർവ്വ ശുചീകരണം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം സവിശേഷമായി കാണപ്പെടുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ മഴക്കാലത്ത് മാത്രമേ, മഴയുള്ള സമയങ്ങളിൽ മാത്രമേ. അതിന്റെ ഫണ്ട് അനുവദിക്കുന്നത് ആ സമയത്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചൂടെ? മാറ്റേണ്ട എന്തെല്ലാം കാര്യങ്ങൾ. കോടതി എത്ര തവണ ഇടപെട്ടെന്നറിയോ? നമ്മൾ ചില ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുമായൊക്കെ സംസാരിച്ച പ്രതീക്ക് ഓർമ്മയുണ്ട്. ഈ സ്റ്റേഡിയം ലിങ്ക് റോഡൊക്കെ കയറാൻ പറ്റില്ല, അതിന് വെള്ളക്കെട്ടാ. അല്ല, ആ അഴുക്ക് വെള്ളമൊക്കെ വരുന്ന രംഗം. ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഈ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് പറയുന്നത് എനിക്ക് തന്നെ എൻ്റെ നാട് തിരുവനന്തപുരം. അവിടെ ഈ പറയുന്ന പോലെ ഡാമുകൾ, ഞാനത് പറയാൻ വരികയായിരുന്നു. ഈ ഡാമുകൾ നിറയുന്ന അവസ്ഥ വരുമ്പോഴാണെങ്കിൽ ആ ഡാമിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അത് തുറന്നു വിട്ടാൽ കനാലുകൾ നിറയും. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ഒരു കനാലുണ്ട്. ഈ കനാൽ പണ്ട് വൃത്തിയുള്ളൊരു കനാലായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം മീൻ പിടിക്കാനൊക്കെ പോയിരുന്ന ഒരു കനാലാണ്. ഈ വെള്ളം നെയ്യാർ ഡാമിൽ നിറയുമ്പോൾ തുറന്നു വിട്ട് ജീവിതത്തിൽ ആദ്യമായി, ഞാൻ എൻ്റെ കുടുംബ വീടിരിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറിയിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാൻ വെള്ളം കയറുന്ന രംഗം കണ്ടു. ഈ തകഴിയുടെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതിലൊരു പട്ടി, എല്ലാവരും പോയിട്ട് കൂരയ്ക്ക് മുകളിൽ ഒരു പട്ടി കിടക്കുന്ന ആ നോവൽ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വായിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കും. തീർച്ചയായിട്ടും അതിൽ ആ രംഗം, എന്താണ് വെള്ളപ്പൊക്കമെന്ന് ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കുക. കാര്യം ഇങ്ങനെ നമ്മൾ ഇരിക്കുന്തോറും ഓരോ സ്റ്റെപ്പ് വെള്ളം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്ന ആ രംഗം, അത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര എൻ്റെ കഴുത്തറ്റ ഇനി വെള്ളമായാൽ ഞാൻ എവിടെ പോകും? സാധനങ്ങൾ കുറേ എടുത്ത് അടുക്കളയിലൊക്കെ മാറ്റി. മക്കൾ ഭാഗ്യത്തിന് വീട്ടിലില്ല. പോവുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ പോകുള്ളൂ എന്ന് ധരിച്ചു. ഞാൻ എൻ്റെ കുട്ടിയുമായിട്ട് വെള്ളം പൊങ്ങി തുടങ്ങി, തറപ്പൊക്കത്തിനൊപ്പം വെള്ളമായി തുടങ്ങി. ഇറങ്ങി നിന്നിട്ട് വണ്ടി കിട്ടാനില്ല, പല റോഡുകളും ബ്ലോക്കായി. അന്ന് എൻ്റെ മകൾക്ക് 1 വയസ്സാകുന്നതേ ഉള്ളൂ.
ആ സമയത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് രാവിലെ 10 മണിക്ക് മുമ്പ് മുതൽ ഞാൻ ഈ പറയുന്നത് പോലെ വണ്ടികൾ, ഒരു ഓട്ടോ കിട്ടുമോ എന്നുള്ള, ഞങ്ങൾക്ക് വണ്ടിയില്ല, അപ്പൊ ഓട്ടോ കിട്ടുമോ എന്നുള്ള തിരച്ചിലായിരുന്നു. എല്ലാവരും പറയുന്നത് ചേച്ചി എവിടെ വരെ പോകാൻ പറ്റും, എല്ലായിടത്തും വെള്ളമായി, എല്ലായിടത്തും വെള്ളമായി. അവസാനം 4 മണിയാകുമ്പോഴേക്കും അപ്പൊ പലരും പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് പോന്നോ, നീ ഇങ്ങോട്ട് പോന്നോ, അച്ഛനും അമ്മയും കുട്ടിയൊക്കെ വന്നോളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് വരാനും നമുക്ക് പോകാനും പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ അവസാനം ഒരു ഓട്ടോക്കാരൻ വരുന്നു, ചേച്ചി ഞാൻ എവിടം വരെ പോകുമോ അവിടെ ഇറക്കിത്തരാമെന്ന് പറയുന്നു. ആകെ കരുതിയ നിസ്സാര വസ്തുക്കളും നമ്മുടേതായിട്ടുള്ള ചില ഡോക്യുമെന്റ്സും എടുത്തുകൊണ്ട് ഞാൻ ഈ കുട്ടിയും കൊണ്ട് മുട്ടിന് മുകളിൽ വെള്ളത്തിൽ നീന്തിയാണ് ഓട്ടോയിൽ കയറുന്നത്. അന്ന് ഞാൻ രാത്രി ഇരുട്ടുമ്പോൾ അറിയാണ് ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ മുകളിലേക്ക് വരെ, ഉത്തരം വരെ വെള്ളം കയറി എന്നുള്ളത്. അന്ന് ഞാൻ ഒരു രാത്രി ഓടി ഒന്ന് അവിടെ നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കൊക്കെ വണ്ടി ഉള്ളവരാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സമയത്ത് ഞാൻ പാനിക്കായി പോയി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുള്ള ആർക്കും ഇതൊന്നും മറക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ പെയ്യുന്ന മഴ പോലും വടക്കോട്ട് നീങ്ങി ഒരു 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം കാലവർഷത്തിന്റെ പ്രഭാവം വരും. ഇപ്പൊ അതുകൊണ്ടാണ് പ്രളയ ഭീഷണി നമ്മൾ മുന്നിൽ കാണുന്നത്. എല്ലാവരും നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, നിസ്സാരവൽക്കരിക്കുക. നമ്മുടെ നാടിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഭരണകൂടം നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ചില ഉപകാരങ്ങളും ഒക്കെ കൂടി ചേരുമ്പോൾ നമ്മൾ ഈ അപ്പൊ അതെല്ലാം ഉണ്ടാകും. അപ്പൊ പല റിപ്പോർട്ടുകളും വരുന്നത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, നിങ്ങളൊന്ന് കരുതിയിരിക്കുക എന്നുള്ളതൊക്കെ പറയുന്നത്. ഒന്നും അറിയാതെയാണ് വയനാട് ഒരു ദിവസം ഇരുട്ടി വിളിക്കുമ്പോഴാണ് ആ വിഷയം ഉണ്ടായത്. നമ്മളിതൊന്നും മറക്കരുത്. നമുക്ക് മുന്നിൽ ഇതെല്ലാം പാഠമാണ്. ഒന്നിനെയും നിസ്സാരവൽക്കരിക്കരുത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ഉൾപ്പെടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രകൃതി സ്നേഹം, നമ്മൾ എന്താ പറയുക, പുരോഗമനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയും. എല്ലാം നല്ലതിനാണ്. പക്ഷേ ഇത്തരത്തിൽ മനുഷ്യന്റെ ജീവനും മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നദികളൊക്കെ ഈ ഒരു മഴ നിൽക്കുമ്പോൾ തന്നെ നദികളെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം വരും, നിറഞ്ഞു കവിയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോ മീനച്ചിലാറും എല്ലാം പെരിയാറും എല്ലാം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് തന്നെയാണ് 18-ലും സംഭവിച്ചത്. അതിനുശേഷം ഉണ്ടായ വർഷങ്ങളിലെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഒരു വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാമൊക്കെ തുറന്നിട്ടുള്ള ഒരു പ്രളയം ആ ഒരു രീതിയിലേക്ക് വന്നില്ല. പക്ഷെ വെള്ളപ്പൊക്കം എല്ലാ ഭാഗങ്ങളിലും, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. അല്ല, ഇപ്പൊ ഇതിൽ പറയുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൂവാർ വരെ, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ ചെല്ലാന നിവാസികളുടെ കാര്യം അത് പറയുമ്പോഴാണ് ഓർക്കുക, ചെല്ലാനത്തെ എല്ലാ കാലത്തും അവർ ദുരിതത്തിലാണ്. തീർച്ചയായിട്ടും അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ ഒരു സർക്കാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവിടെ ആ പ്രദേശത്തോട് ഒറ്റപ്പെട്ടു പോവല്ലേ. അതെ, അത്തരത്തിലുള്ള ഭാഗങ്ങളുണ്ട് കോസ്റ്റൽ ഏരിയകളിലൊക്കെ. അവർക്കൊക്കെ ഏറെ നിരവധി വാർത്തകൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോ വീണ്ടും മഴ വരുന്നുണ്ട്, ഇതിനുള്ള സാധ്യതകളുണ്ട്, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. സർക്കാർ നമുക്ക് ചെയ്യുന്ന സഹായം കൊണ്ട് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ പോകുമെന്ന് എന്തായാലും നോക്കാം.